വീണ്ടും ഒരു ക്രിസ്തുമസ് വരവായി. സ്നേഹവും ത്യാഗവുമാണ് ജീവിതത്തെ മനോഹരമാക്കുമെന്ന് വലിയ സന്ദേശം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ക്രിസ്തുമസ് കൂടി. ലോകമെങ്ങും യേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മകൾ പുതുക്കി ക്രിസ്തുമസിനെ വരവേൽക്കുന്നു. പള്ളികളിലും വീടുകളിലുമെല്ലാം പുൽക്കൂടും നക്ഷത്രങ്ങളും വർണ്ണ വെളിച്ചങ്ങളും ഒരുക്കി ക്രിസ്തുമസ് രാവിനായി കാത്തിരിക്കുകയാണ്. നാടും നഗരവും ക്രിസ്തുമസ് അലങ്കാരങ്ങളും കരോൾഗാനങ്ങളും ക്രിസ്തുമസ് ആശംസകളൊക്കെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. എങ്ങും എവിടെയും വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന ലൈറ്റുകളും നക്ഷത്രങ്ങളും ക്രിസ്മസിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ബൈബിൾ ലൂക്കോസ് സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു: അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രി ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകളിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവരുടെ അരികിൽ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റുമിനി. അവർ ഭയപരവശരായിത്തീർന്നു. ദൂതൻ അവരോട്: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. എങ്ങും ആഘോഷങ്ങൾ നിറയുമ്പോൾ തമ്മിൽ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നക്ഷത്ര വെളിച്ചം നിറച്ചാണ് ഓരോ ക്രിസ്തുമസും കടന്നു പോകുന്നത്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊള്ളി നിർത്തുന്നു.